ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നന്ദിനിയുടെ ആ പ്രണയം, സൂര്യയുടെ ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ ഇനിയുള്ള മുഹൂർത്തങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ നന്ദിനിക്ക് സൂര്യയോട് കടുത്ത പ്രണയമായി തുടങ്ങുകയാണ്. എന്നാൽ സൂര്യ അത് കാണിക്കുന്നില്ല. സൂര്യക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. സൂര്യയുടെ ഉള്ളിലുണ്ട്, പക്ഷേ അതിനും തനിക്കൊരിതുണ്ട്. കാരണം നന്ദിനി എന്ന് പറയുന്നത് പലതും ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയാണ് എന്ന് നന്നായി തനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ നന്ദിനിയെ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള സ്നേഹം അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യയോട് കൂടുതൽ നന്ദിനി അടുത്ത് തുടങ്ങുകയാണ്. നന്ദിനിക്ക് സൂര്യ ഒരു നിമിഷം കാണാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലോട്ട് എത്തി തുടങ്ങുകയാണ്. സൂര്യ ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും നന്ദിനി പിറകെ ഓടിച്ചെല്ലാണ്. സൂര്യ ഭക്ഷണം കഴിക്കുമ്പോൾ, സൂര്യ കിടക്കുമ്പോൾ അടുക്കളയിലെ പണിയൊക്കെ മാറ്റിവെച്ച് സൂര്യയുടെ ഒപ്പം തനിക്ക് നടക്കണം എന്ന ആ ഒരു തോന്നലുകൾ മാത്രമായിട്ടോ എവിടെ നോക്കിയാലും സൂര്യ. അങ്ങനെ സൂര്യയുടെ മനസ്സാക്ഷി തൻ്റെ മുന്നിൽ വന്ന് ഓരോന്ന് പറയുന്നതും അതൊക്കെ കാണുമ്പോൾ തനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആ ഒരു മനോഭാവത്തിലെത്താണ്. അങ്ങനെ താൻ തന്നെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെത്താണ്. അങ്ങനെ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, താനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കേണ്ടത്, എന്താ ഈശ്വര എനിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. സൂര്യ സാറിനെ ഏത് സമയം കാണണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ തന്നോട് തന്നെ ചോദിക്കുമ്പോൾ തൻ്റെ മനസ്സാക്ഷി തൻ്റെ മുന്നിൽ വന്നിട്ട് പറയണേ, എടോ അത് തന്നെ തൻ്റെ ഉള്ളിൽ പ്രണയം പൂവിട്ടു. അത് കേൾക്കുന്ന നന്ദിനി, എന്താ ഈ പറയുന്നത്, പ്രണയം പൂവിട്ടുന്നു? പ്രണയം പൂവിട്ട് പിന്നെ എന്താടോ തനിക്ക് ഏത് സമയം സൂര്യയെ കാണണമെന്ന് തോന്നുന്നു? തൻ്റെ സൂര്യ സാർ എപ്പോഴും തൻ്റെ മുന്നിൽ വരണമെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം മനസാക്ഷി നന്ദിനിയുടെ പറയാണ്, ഇത് തന്നെയാടോ തൻ്റെ ഉള്ളിൽ സൂര്യയോടുള്ള പ്രണയം പോയിട്ടോ. തൻ്റെ സൂര്യ സാറ് എന്ന വിളി ഇനി നിർത്താറായി. സൂര്യ ഏട്ട എന്നുള്ള വിളിയാവാം. അത് കേട്ടോടുന്ന അതൊന്നും ആയിട്ടില്ല. തൻ്റെ കഴുത്തിൽ കെട്ടിയ ആ താലിയുടെ മഹത്വം ഇപ്പോൾ താൻ തിരിച്ചറിയുന്നു. അത് കേൾക്കുന്ന നന്ദിനി, ആണോ, സത്യമാണോ? അതെ ആണ്. അങ്ങനെ തൻ്റെ മനസ്സാക്ഷി തന്നോട് പറയാണ് തനിക്ക് കടുത്ത പ്രണയമാണ് സൂര്യയോടെന്ന്. അങ്ങനെ തൻ്റെ ഉള്ളിൽ തന്നോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെ പ്രണയം തൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നിങ്ങനെ താൻ ചോദിക്കുമ്പോൾ ഒരു പണി ചെയ്യാം, താൻ ആരതിക്ക് വിളിക്കാം, ആരതിയോട് ചോദിച്ചു നോക്കാം തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രണയമുണ്ടെങ്കിൽ ആരതി തന്നെ പറയട്ടെ എന്ന തീരുമാനം എടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ആരതിക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആരതി, എന്താ നന്ദിനി, എന്താ ഈ സമയം വിളിച്ചത്? അതെ, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാനാണ്. എനിക്കുള്ളിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല ആരതി. അത് കേട്ട ഉടനെ തന്നെ ആരതി ചോദിക്കുക, എന്താണ് എനിക്കുള്ളിൽ സംഭവിക്കുന്നത്? എനിക്കറിയത്തില്ല, എനിക്കുള്ളിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കേട്ട ഉടനെ താൻ കാര്യം പറയടോ, അതോ ഞാൻ ഈ കാര്യം പറയുന്നത് നീ വിവേകിനോടൊന്നും പറയരുത് കേട്ടോ, ഞാനും നീയും മാത്രം. അപ്പോൾ കാര്യമായ എന്തോ പ്രശ്നം തന്നെയാണല്ലോ. അതെ, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനെ കാര്യം ചോദിക്കുന്നത്. എൻ്റെ ഉള്ളിൽ എന്താ തോന്നുന്നത് എനിക്കറിയുന്നില്ല. താൻ കുറേ നേരമായടോ വളച്ച് കെട്ടാതെ എന്നോട് കാര്യം പറയടോ. ഞാനിനി വളച്ച് കെട്ടുന്നില്ല, ഞാനുള്ള സത്യം ഉള്ളതുപോലെ പറയാം. പറയടോ, എന്താ കാര്യം? അത് എനിക്ക് സൂര്യയോട് എന്താ പറയടോ? അത് എനിക്ക് സൂര്യ സാർ ഇവിടെ നിന്നും പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. സൂര്യ സാറ് എന്നോട് ഓഫീസിലോട്ട് പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ, ഓഫീസിൽ പോവാതിരുന്നെങ്കിൽ, തനിക്കൊരു ബായ് തന്നെങ്കിൽ, സൂര്യ സാറിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തൻ്റെ ഉള്ളിലൊരു തോന്നൽ, സൂര്യ സാറിന് ടിഫിനുമായി ഓഫീസിലോട്ട് പോകാമെന്നൊരു തോന്നൽ, ഇങ്ങനെയൊക്കെ എനിക്കുള്ളിൽ എന്താണെന്നറിയില്ല സംഭവിച്ചും കൊണ്ടിരിക്കുന്നു. അത് കേൾക്കുന്ന ആരതി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ ആരതി, നീ എന്നെ കളിയാക്കുകയാണോ? തനിക്കുള്ളിൽ സംഭവിക്കുന്ന അത് തന്നെ. അപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് തന്നെ മുന്നേ തൻ്റെ മനസ്സാക്ഷി താൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ മനസ്സാക്ഷി തന്നോട് പറഞ്ഞത് ഇതും തന്നെയാണ് കേട്ടോ, ഈ പൊട്ടിച്ചിരിയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി തന്നെ ചിന്തിക്കുകയാണ്, തൻ്റെ മനസ്സാക്ഷി ഇതുപോലെ ഒരു പൊട്ടിച്ചിരിയാണല്ലോ ഉണ്ടായത്. താൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നിങ്ങനെ പറയുകയാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അതെന്താ എന്നിങ്ങനെ ചോദിച്ചല്ലോ. അതുപോലെ ആരതിയോട് ചോദിക്കുമ്പോൾ ആരതി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരതിയോട് നന്ദിനി പറയാണ്, നിൻ്റെ ചിരി കേൾക്കാനല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഏത് സമയം സൂര്യ സാർ എൻ്റെ അരികിൽ വേണമെന്നും ഏത് സമയം സൂര്യ സാറിനെ കാണണമെന്നും, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ മുന്നിൽ സൂര്യ സാറ് വന്ന് നിൽക്കുന്ന പോലെ, അതുപോലെ സൂര്യ സാറ് പോകുന്നത് എനിക്കിഷ്ടമല്ല, ഏത് സമയത്തും എൻ്റെ അരികിൽ ഉണ്ടാവണം എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് രണ്ട് വാക്കേ ഉള്ളൂ. അത് കേട്ടോടെ തന്നെ, എന്ത് വാക്ക്? ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു 3 വാക്ക് പറയാം. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഐ ലവ് യു എന്നെ.
ഷോർട്ടാക്കി അങ്ങ് പറഞ്ഞു, ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്ക് സൂര്യ സാറിനോട് ലവ് ഒന്നുമില്ല, നീ ഒന്നും മിണ്ടാതിരുന്നേ. അത് കേട്ട ഉടനെ നന്ദിനി, നീ എനിക്ക് മുന്നിൽ നിൻ്റെ ഈ നാടകം കളിക്കണ്ട. ഞാനും ഒരു പെണ്ണാണ്. ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് സദാസമയം സൂര്യയെ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ നിനക്ക് എൻ്റെ ഏട്ടനോട് കടുത്ത പ്രണയമാണ്. അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയണേ, ഇല്ലല്ല എനിക്ക് പ്രണയമൊന്നുമില്ല, വെറുതെ വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, നീ എന്നോട് പറഞ്ഞതല്ലേ. നിനക്ക് സൂര്യയെ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിന് അർത്ഥം എന്താ? സൂര്യയെ ഏത് സമയം കാണണമെന്ന് തോന്നുന്നത് എന്താ? എപ്പോഴും നീ നിൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന നീ ഇപ്പോൾ എന്താ നിൻ്റെ വീട്ടിലോട്ട് പോവാത്ത? സൂര്യയുടെ പിന്നാലെ നീ വാൽത്തൂങ്ങി നടക്കുന്നത് എന്താ? അത് തന്നെ നിൻ്റെ പ്രണയം. എന്നാൽ എൻ്റെ ഏട്ടനും നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നീ എൻ്റെ ഏട്ടൻ്റെ പ്രണയം എങ്ങനെ ഉൾക്കൊള്ളുന്നത് എൻ്റെ ഏട്ടന് അറിയില്ല. കാരണം താലി കെട്ടിയിട്ടും നീ ഏട്ടൻ്റെ ഭാര്യയായിട്ടോ അതുപോലെ തന്നെ ഭാര്യയുടെ ആ ഒരു പദവി കിട്ടിയിട്ടും അത് നീ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സദാസമയം നീ എൻ്റെ ഏട്ടനെ വിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് മാത്രമല്ലേ നീ ഉരുവിടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഏട്ടന് പ്രണയമുണ്ടെങ്കിലും നിന്നോട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നന്ദിനി, ഇനി വൈകിക്കണ്ട. നീ സൂര്യയുടെ മുഖത്ത് നോക്കി സൂര്യയോട് നിൻ്റെ മനസ്സിലുള്ളത് പറ. എന്നെ കൊണ്ടൊന്നും കഴിയില്ല സൂര്യ സാറിനെ, ഒരിക്കലും എനിക്കങ്ങനെ പ്രണയിക്കാനൊന്നും കഴിയില്ല. സൂര്യ സാർ എത്ര വലിയ പദവിയിലിരിക്കുന്നവരാ. അവർ എന്നെപ്പോലെ ഒരു തോട്ടക്കാരൻ്റെ മകള് ഇങ്ങനെയൊക്കെ ഐ ലവ് യു എന്നൊക്കെ പറയാ. എടോ, സ്നേഹത്തിന് വലിപ്പ ചെറുപ്പങ്ങളില്ല, അവിടെ പദവിയില്ല, അവിടെ സ്റ്റാറ്റസ് ഇല്ല, അവിടെ മനസ്സുകൊണ്ട് ഒന്നാവുന്നതാണ്. ആ മനസ്സിനെ ആർക്കും മുറിച്ച് കളയാൻ പറ്റത്തില്ല. എൻ്റെ ഏട്ടനോട് ഇനി നന്ദിനി നീ വഴുകിപ്പിക്കണ്ട. നീ എന്തായാലും നീ പറ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അരതി, നീ ഫോൺ വെച്ച് നീ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ ലവ് പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ ഒരു ലവ്വും ഇല്ല. സൂര്യ സാറിന് ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നീ ഇത് വളച്ചൊടിക്കുക, വെച്ചേക്ക് ഫോണ് എന്നും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് സൂര്യയുടെ കാർ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സൂര്യ കാറിൽ നിന്നും ഇറങ്ങുന്നത് കാണുമ്പോൾ അതിന് ഓടുകയാണ്. അപ്പോൾ കോണിങ്ങനെ ഓടി വരികയാണ്. ഇത് കാണുന്ന ഇന്ദ്രജയും വേറെ, ഇവൾക്ക് എന്താ പറ്റിയത്? ഇവളെന്തിന് ഇത്ര സ്പീഡിൽ ഇങ്ങനെ ഓടുന്നത്? അവളെന്താ വല്ല വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഇവർ പിറകെ പോവാണ്. അപ്പോൾ നന്ദിനി സൂര്യയുടെ അരികിലോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ സൂര്യ ചോദിക്കുക, എന്താ നന്ദിനി നീ ഇങ്ങനെ കിതക്കുന്നത്, എന്തിനാ ഓടുന്നത്? അത് പിന്നെ ഞാൻ മുകളിൽ നിന്ന് സാറ് വരുന്നത് കണ്ടു. അപ്പോൾ അതിനെന്തിനാ നീ ഓടി വരുന്നത്? ഞാൻ റൂമിലോട്ട് തന്നെയല്ലേ വരുന്നത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ, അതല്ല സാറിൻ്റെ ബാഗും സാറിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അത് പിടിക്കൽ. ഓ, ഈ ബാഗോ? അല്ല, സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതല്ലേ, അപ്പോൾ സാറിൻ്റെ ബാഗൊക്കെ റൂമിൽ കൊണ്ടുവെക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ. ഓ, ഇത് കടമയോ? ഇതെന്താ നീ പഴമക്കാരെ പോലെ? ഈ പഴയ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്താ നീ എൻ്റെ ഭാര്യ എന്ന ആ ഒരു പദവി ഏറ്റെടുക്കാൻ നോക്കുകയാണോ? അപ്പോൾ നന്ദിനിക്കുള്ളിൽ പെട്ടെന്നൊരു എന്താ സൂര്യ സാർ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നാ ഒരു ചമ്മൽ മുഖത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചാലാടോ, ഇതാ ബാഗ്, തൻ്റെ ആഗ്രഹം ആയിക്കോട്ടെ. അപ്പോൾ ഈ സമയം വേദ പറയുന്ന കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഏട്ടൻ ചോദിച്ചത് സത്യമാണ്. അവൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ഏട്ടൻ്റെ ഭാര്യ എന്ന പദവി കിട്ടാൻ വേണ്ടി. ഏട്ടൻ ഒരു വാക്ക് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഇവിടുത്തെ മഹാറാണിയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ചെയ്ത ചേച്ചി, അല്ല എങ്കിൽ അത് നമുക്ക് തന്നെ പണി കിട്ടുക. അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ വേദയോട് ഇന്ദ്രജ പറയണേ, എടി എന്തെല്ലാം പണികൾ ചെയ്യുന്ന, ആ പണിയിലെല്ലാം വീഴുന്നതാരാ? നമ്മളല്ലേ വീഴുന്നത്. പിന്നെ എന്ത് പണിയാണ് ഞാൻ അവൾക്ക് മുന്നിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു എപ്പിസോഡ് നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത്.